പ്രാണനാഥൻ. നീയൻ സ്നേഹരാജൻ, നിന്നിൽ ഞാനുമേ എന്നിൽ നീ, ഇങ്ങനെ നാം, ഓ ഇങ്ങനെ നാം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 73 സങ്കീർത്തനം അതിൻ്റെ 23 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. എന്നിട്ടും എന്ന് പറയുവാൻ തൊട്ട മുകളിൽ ഒരു വാക്യങ്ങളുണ്ട്. ദൈവമക്കളെ, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. ദൈവമേ സ്തോത്രം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. ആ പാദപീഠം വിട്ട് എങ്ങോട്ട് പോകാൻ? സ്തോത്രം. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് മതി ദൈവമക്കളെ നമുക്ക് മുൻപോട്ട് പോകാൻ. സ്തോത്രം. നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും. അതെ, വചനത്തിലൂടെ ദൈവം നമുക്ക് ആലോചന തരികയല്ലേ, പോകേണ്ട വഴി കർത്താവ് നമുക്ക് കാണിച്ചു തരികയല്ലേ. പിന്നത്തേതി മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. സ്തോത്രം. സങ്കടം കൊണ്ട് എന്നൊക്കെയോ പറഞ്ഞു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളു. ഉറപ്പാ ദൈവമക്കളെ. ഇത്ര അറിവില്ലായ്മയിൽ എന്തെങ്കിലും സങ്കടങ്ങളിൽ പറഞ്ഞാലും പൊറുക്കുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ആ പാദപീഠത്തോടൊന്ന് ചേർന്നിരുന്നാൽ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളു. ഹല്ലേലൂയ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വേണ്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ എന്ത് നേടിയാലും എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാണ് എല്ലാവരും. ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, നീ എൻ്റെ ഓഹരി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ, ആത്മാവിൻ്റെ കണ്ടെത്തലുകളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് ഞങ്ങളെ കരുതുന്ന പോലെ കരുതുവാൻ ഈ ഭൂമി ഞങ്ങൾക്കാരുമില്ല. കർത്താവെ, കർത്താവ് ഞങ്ങളോട് പൊറുക്കുന്നത് പോലെ പൊറുക്കുവാൻ ഈ ഭൂമി ഞങ്ങൾക്കാരുമില്ല. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, സ്തോത്രം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവെ, അവിടുത്തെ കരം ഞങ്ങളുടെ കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആത്മാവിലേറെ ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.